നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പേർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞിരിക്കുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷി 2017 ഒക്ടോബറിൽ 85 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് ജാമ്യം. 2012 മുതൽ തന്നെ ദിലീപിന് തന്നോട് വിരോധമുണ്ടെന്നായിരുന്നു ആക്രമിക്കപ്പെട്ട നടി തന്നെ വിചാരണയ്ക്കിടെ കോടതിയിൽ വ്യക്തമാക്കിയത്. 2012 മുതൽ തന്നെ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നെന്നും കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി 1ാം പ്രതി പൾസർ സുനിയും രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട്. എന്നാൽ മുമ്പും നടിയെ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ഗൂഢാലോചന നടത്തിയിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കൃത്യം നടത്താൻ ആലോചന നടത്തിയിരുന്നുവെന്നും എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല എന്നും തുടർന്നാണ് കൊച്ചിയിൽ വെച്ച് ആക്രമണം നടത്തിയതെന്നുമാണ് പ്രോസിക്യൂഷൻ അറിയിച്ചത്. കുറ്റാരോപിതനും കേസിലെ 8ാം പ്രതിയുമായി പോലീസ് കണ്ടെത്തിയ നടൻ ദിലീപ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിരുന്നോ എന്നത് സംബന്ധിച്ച ചേരിതിരിഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹം ഏറെക്കാലമായി ചർച്ചകൾ നടത്തിയിരുന്നു. TV ചാനൽ ചർച്ചകളിലും സമൂഹമാധ്യമങ്ങളിലും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയവും ഇതാണെന്നാണ് കരുതപ്പെടേണ്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നതുവരെ മലയാളികളുടെ മനസ്സിൽ ദിലീപിനുള്ള ഇമേജ് പാടെ മാറിമറിയുകയായിരുന്നു. ജനപ്രിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദിലീപിന് കരിയറിലടക്കം പല തകർച്ചകളും കേസോടെ സംഭവിക്കുകയായിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെടുകയും 85 ദിവസങ്ങൾ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം നെഗറ്റീവ് കമന്റുകൾ ദിലീപിനെതിരെ നിറയുകയായിരുന്നു. ആർപ്പു വിളിച്ചവർ തന്നെ കൂകി വിളിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ